പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ സൂം മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇത് സഹോദരിമാർ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. 212 പ്രെയർ സൂം മീറ്റിംഗ് ആണിത്. സങ്കീർത്തനങ്ങൾ 62-ന്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. അതിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തരാകും. അപ്പോൾ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഇരിക്കാം. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്. ആദ്യമായിട്ട് പ്രൈസ് ആൻഡ് പ്രേയർ, സിസ്റ്റർ ജെസ്സി ജോസ്. അതിനുശേഷം 2 ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് സിസ്റ്റർ ഫെമി ഡെന്നിസ് കടന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം 20 minutes ഓഫ് മെസ്സേജ് സിസ്റ്റർ സരള മഹേഷ്. അതിനുശേഷം നമ്മൾ 7:25 വരെ ബ്രേക്ക് ഔട്ട് റൂമിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ്. അതിനുശേഷം ക്ലോസിംഗ് പ്രെയർ ബൈ സിസ്റ്റർ ലത സുരേഷ്. അപ്പോൾ ഇനി സമയം കളയാതെ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് സിസ്റ്റർ ജെസ്സി ജോസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സിസ്റ്റർ ജെസ്സി. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം കടന്നുപോയി കർത്താവേ. ഞങ്ങളെ കാത്തു പരിപാലിച്ചു, ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷേമം തന്ന് ഞങ്ങളെ നടത്തി, ഞങ്ങൾക്ക് എല്ലാ നന്മകളാലും ഞങ്ങളെ നിറച്ചു. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അനർത്ഥം നിറഞ്ഞ, അപകടങ്ങൾ നിറഞ്ഞ, മരണങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ കരങ്ങളാൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ ക്ഷേമത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ, സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രനെ നൽകി ഞങ്ങൾക്ക് വലിയ രക്ഷയൊരുക്കിയതിനായി സ്തുതിക്കുന്നു കർത്താവെ. അവിടുന്ന് നിത്യജീവനെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് കാണിച്ച മഹാകരുണയ്ക്കും ദയയ്ക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ ദീർഘക്ഷമയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായിരിക്കൊണ്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അവിടുത്തെ കരങ്ങൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭദ്രമായ ഈ നല്ല ജീവിതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ പരിപാലിച്ച് നടത്തി, അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നപ്പ. ഞങ്ങൾക്ക് വീണ്ടും കർത്താവെ തിരുനാമത്തിൽ ഒന്നിച്ചു കൂടുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു കർത്താവെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഞങ്ങളെങ്കിലും അവിടുത്തെ നാമത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടുവാൻ അവിടുന്ന് ഞങ്ങളെ കൂട്ടിവരുത്തിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു കർത്താവെ. കാലാവസ്ഥയുടെ പ്രതികൂലമായ അവസ്ഥകളൊക്കെ ഉണ്ട് എങ്കിലും കർത്താവെ, ഞങ്ങൾ അവിടുത്തെ സന്നദ്ധിയിൽ അപേക്ഷിക്കുന്നു. ഒരു പ്രയാസമോ തടസ്സങ്ങളോ കൂടാതെ കർത്താവ് അവിടുന്ന് നിയന്ത്രിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആദിയോടന്തം കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾക്ക് ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലുവനായ ദൈവമേ, ഓരോ ശുശ്രൂഷയും ചെയ്യുന്ന ഓരോ കർത്താവിൻ്റെ മക്കളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സിസ്റ്റർ സാറാ മാത്യുവിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവമേ, കൃത്യതയോടുകൂടി ക്രമവും ചിട്ടയുമായി കർത്താവെ അത് ഏറ്റവും ഭംഗിയായി ചെയ്യുവാൻ, നിവർത്തിക്കുവാൻ കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവെ ദൈവമേ, പാടുവാനായിട്ട് കർത്താവ് കൂട്ടി വരുത്തിയ പ്രിയ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഫെമി ഡെന്നീസിനെ കർത്താവിൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. കർത്താവ് കൊടുത്തിരിക്കുന്ന താലന്ത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി
ദൈവമേ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമകൾക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ കഴിവുകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ അത് ഏറ്റവും കർത്താവിൻ്റെ നാമത്തിന് പ്രയോജനമാകും വണ്ണം പാടുവാൻ കർത്താവ് സഹായിക്കണമേ, കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ കർത്താവിൻ്റെ വചനവുമായി കർത്താവ് ഞങ്ങൾക്ക് നൽകിയ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സരള മഹേഷിനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് നൽകിയിരിക്കുന്ന വചനത്തിനായി സ്തോത്രം. അത് ഏറ്റവും പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, സഹായിക്കണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹായിക്കണം. തുടർന്ന് കർത്താവെ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ ഇരിപ്പാൻ അവിടുന്ന് നൽകിയിരിക്കുന്ന സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലെല്ലാം കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, ഞങ്ങൾക്ക് ഉത്തരം നൽകി, ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഇന്നും തുടർന്നും കർത്താവെ അനേക വിഷയങ്ങൾ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവെ അത് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവമേ സഹായിക്കണം. അതുപോലെ കർത്താവെ ക്ലോസിംഗ് പ്രയർ ചെയ്യുവാൻ കർത്താവെ സിസ്റ്റർ ലതാ സ്വരൂപിനെ അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം. പ്രിയദാസിക്ക് ആവശ്യമായ കൃപ നൽകണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെയും വലിയവനായ ദൈവം ഞങ്ങളുടെ ഈ കൂടിവരവിനെ എത്രത്തോളം അനുഗ്രഹിച്ചു, ഇതുവരെയും അവിടെ നടത്തി കർത്താവെ നന്ദി പറയുന്നു. ഒന്നും ഞങ്ങളുടെ കഴിവോ പ്രാപ്തികളോ ഒന്നും അല്ല കർത്താവെ, അവിടുത്തെ കൃപയാലാണ് സകലവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നത്. കർത്താവെ ദൈവമേ ഞങ്ങൾക്ക് തുടർന്ന് ഇത് അനുഗ്രഹമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവനായ ദൈവമേ അവിടുന്ന് ഞങ്ങളോട് കാണിച്ച മഹാദയക്കും കരുണയ്ക്കുമായി സ്തോത്രം. സകല പ്രാർത്ഥനകളും യാചനകളും തിരുമുമ്പാകെ ഏറ്റവും താഴ്മയോടെ സമർപ്പിക്കുന്നു. പുത്രന്റെ വിലയേറിയ നാമത്തെ സ്വീകരിക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. എല്ലാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിച്ച് താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്തതായിട്ട് 2 ഗാനങ്ങൾ കേൾക്കാവുന്നതാണ്. സിസ്റ്റർ ഫെമി ഡെന്നസ്, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ സിസ്റ്റർ രമി കടന്നു വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ ശബ്ദത്തോടുകൂടെ 2 ഗാനങ്ങൾ ഇപ്പോൾ നമുക്ക് ശ്രവിക്കാവുന്നതാണ്. സിസ്റ്റർ ഫെമി. ദൈവനാമത്തെ നമുക്ക് പാട്ടുപുസ്തകത്തിലെ 162 പാട്ട് പാടാം. യേശുവിൻ നാമം യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനിന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-അതിശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-അതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു.
ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും തൻ കോടിക്കീഴിൽ എന്നെ നിത്യം നടത്തിയിടുന്നു. അവൻ എന്നെ ശാസിച്ചും അവൻ എന്നെ ശിക്ഷിച്ചും തൻ കോടിക്കീഴിൽ എന്നെ നിത്യം നടത്തിയിടുന്നു. യേശുവിൻ നാമം യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. സമാധാനമില്ലാതെ ഞാനലഞ്ഞു യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാനലഞ്ഞു യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അണച്ചു അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. അടുത്തതായിട്ട് നമുക്ക് പാട്ടുപുസ്തകത്തിലെ 81-ാമത്തെ പാട്ട് പാടാം. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയോജിതം മനോഹരവും നല്ലതും ദേവാദിദേവനീ പാരിൽ വന്നു പാപിയെ തേടി വന്നു. മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി. മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി. തിരുക്കരങ്ങൾ നിരത്തി വച്ചു താരകങ്ങൾ ഗഗനേ. ഒരുക്കിയവൻ നമുക്കു രക്ഷാ മാർഗമതിന്നു മുന്നേ. ദേവാദിദേവനീ പാപിയെ തേടി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി. മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി. ധ്യാനിക്കുവിൻ തൻ കൃപകൾ പുകഴ്ത്തുവിൻ തൻ ക്രിയകൾ.
പാരിൽ വന്നു പാപിയെ തേടി മരിച്ചുയർത്തു ജീവിക്കുന്നു മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്ക് തലമുറയായവൻ നമുക്കു നല്ലൊരു സങ്കേതമാ പലമുറ പാടിയിടുക പരമനു സങ്കീർത്തനം ദേവാദിദേവനീ പാരിൽ വന്നു പാപിയെ തേടി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി. താങ്ക് യു സിസ്റ്റർ. നല്ല മനോഹരമായ 2 ഗാനങ്ങൾ നമുക്ക് ശ്രവിക്കുവാൻ ഇടയായി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് കൂടുതലായിട്ട് ഈ മനോഹരമായ ശബ്ദവും കഴിവും ഉപയോഗിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് അടുത്ത 20 മിനിറ്റ്സ് നേരത്തേക്ക് മെസ്സേജാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് കടന്നു വന്നിരിക്കുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് സിസ്റ്റർ സരള മഹേഷ് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. സിസ്റ്റർ സരള, അടുത്ത 20 മിനിറ്റ് നേരം സിസ്റ്ററിൻ്റെ. സിസ്റ്റർ അൺമ്യൂട്ട് ചെയ്യണം. സോറി. ഓക്കെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത 20 മിനിറ്റ് നേരം പറയുവാനായിട്ട് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ അല്പം ഭാരത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് ഞാൻ എന്താണെന്നുള്ളത് അത് പിന്നീട് പറയാവുന്നതാണ്. എന്തായാലും ഇങ്ങനെ ഒരവസരം ദൈവം എനിക്ക് തന്നു തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സംഭവ ബഹുലകൾ നിറഞ്ഞൊരു പകൽക്കാലമാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ കരമാർഗം, ആകാശമാർഗം, കടൽ മാർഗമൊക്കെ വളരെ അപകടങ്ങളും ഒക്കെ നടന്നുകൊണ്ട് അനേകം ഭവനങ്ങളിൽ കൂട്ടക്കരച്ചിലും ദുഃഖവും ഭാരമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം. നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതിന്റെ ആ ലക്ഷണങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങളെ വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എന്ന് അല്പനേരത്തെ ചിന്തിക്കാതെ ആയിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ വായിക്കുക. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. താങ്ക് യു സിസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാർക്കും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്ന ഒരു ലേഖനമാണ് ഈ എഫേസ്യ ലേഖനം. പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങള് 4 എണ്ണമുണ്ട്. അതിലൊന്നാണ് നമുക്ക് അറിയാം എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. കാരണം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലേഖനമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ 3 തുടങ്ങി 6-7 വാക്യം വരെ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അത് പറയാതെ
എനിക്ക് പോകുവാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അതുകൂടി പറയുന്നത്. നമ്മളെ ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടവരെ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം തെരഞ്ഞെടുത്തവരാണ്. അതായത് ഉലക സ്ഥാപനത്തിന് മുൻപ്, അനാദി നിർണയത്തിന് മുൻപ്, കഴിഞ്ഞ നിത്യതയിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ഞാൻ ഓർക്കുമ്പോൾ ഈ കൃമിയായ പുഴുവായ സരളയെ ലോക സ്ഥാപനത്തിന് മുമ്പേ എൻ്റെ ദൈവം എന്നെ കണ്ടു എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ചിന്തയ്ക്ക് ഒട്ടും സാധിക്കുന്നില്ല. കാരണം കോടിക്കണക്കിന് ജനങ്ങളുള്ള ഈ ലോകത്തിലെ സർവശക്തനായ, സർവജ്ഞാനിയായ, സകലത്തിന്റെ ഇടവനായ ദൈവം, വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. അങ്ങനെയുള്ള ദൈവം എന്നെ പേര് വിളിച്ചു സരള എന്ന് അറിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നെഞ്ചത്ത് കൈ വെച്ച് പറയും, എന്നെ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടതാണ്. അത് എത്രയോ വിലപ്പെട്ടതാണ് പ്രിയമുള്ളവരെ. അത് ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാകയില്ല. നാം മറ്റുള്ളവരോട് ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ സ്വർഗത്തിന് അവകാശിയാണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവര് നമ്മളെ നിന്ദിക്കും, പരിഹസിക്കും. ഒരു ദൈവ പൈതൽ വന്നിരിക്കുന്നു, ഒരു സ്വർഗത്തിന് അവകാശി അല്ലെ, നമ്മളെ പരിഹസിക്കും. എന്നാൽ വാസ്തവം അതല്ലേ? ഇത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. അതുപോലെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന, നോക്കുക, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. സ്വർഗത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട് നമുക്കറിഞ്ഞുകൂടാ. വെളിപ്പാട് പുസ്തകത്തിൽ കുറച്ചൊക്കെ പറയുന്നുണ്ട് അല്ലെ. സ്വർണ്ണത്തിരിയുണ്ട്, 12 മുത്തുകൊണ്ട് അലങ്കരിച്ച നഗരമാണ്. അതുപോലെ അവിടെ 12 വർഷം ഓരോ മാസവും വിവിധ തരം ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങളുണ്ട്. അങ്ങനെ പലതും പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മള് അവകാശികളാണ് എന്ന് പറയുമ്പോൾ അതും നമുക്ക് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വലിയ സത്യമാണെന്നുള്ളതാണ് എനിക്ക് ഈ എഫേസ്യ ലേഖനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്റെ പ്രിയമുള്ളവരെ, നാം ആരാണ്? നമ്മുടെ ദൈവമക്കള്, നമ്മള് ദൈവത്താൽ ദത്തെടുക്കപ്പെട്ടവര്, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവര്, നമ്മളെ എത്ര വിശേഷണ പദങ്ങൾ നമുക്കുണ്ട്. എന്നിരുന്നാലും നമ്മള് ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആത്മീയ പോരാട്ടത്തിലാണ്. ഒരു വ്യക്തി യേശുക്രിസ്തു വിശ്വസിക്കുന്ന ആ നിമിഷം മുതല് അവൻ പോർക്കളത്തിലാണ്. അവന് പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് നമുക്ക് എത്രമാത്രം പലരിൽ നിന്നും പലരുടെ അനുഭവങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ലേഖനമാണ് ഈ ലേഖനം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലൻ ഇത് അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മഹത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. 6 അധ്യായമുള്ള ഈ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മഹത്വത്തെ കുറിച്ച്, അതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. സകല പ്രാർത്ഥനയാലും അല്ലെ, ഇന്ന് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക. നമ്മളെ ചിന്തിച്ചു നോക്കുമ്പോഴേ എത്രമാത്രം പ്രാർത്ഥന നാം ഇന്ന് കൂടി വന്നിരിക്കുന്നത് തന്നെ പ്രാർത്ഥനയ്ക്കാണ്. നമുക്ക് അനേകം വിഷയങ്ങള് പ്രാർത്ഥിക്കാനുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഒരു മുട്ടും നമുക്കിന്നില്ല. അപ്പൊ ആ പ്രാർത്ഥിച്ചില്ല എങ്കിൽ നാം ദൈവത്തോട് പാപം ചെയ്യുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ അവിശ്വാസ നിമിത്തം നമുക്ക് ഇതിനൊന്നും, ഈ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം ലഭിക്കുകയില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങൾക്കും ഉത്തരം ലഭിച്ചതായിട്ട് കാണുമ്പോൾ നമ്മൾ എത്രയോ സന്തോഷം കൊണ്ട് തുള്ളാറുണ്ട് അല്ലെ. പലപ്പോഴും എന്റെ ജീവിതത്തില് അനേകം വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമ്പോൾ വളരെ സന്തോഷം അനുഭവിക്കാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ആ പ്രാർത്ഥനയിലായിട്ട് പറയുമ്പോൾ ഈ വാക്യം നമ്മൾ വായിച്ചെങ്കിലും അതിന് മുൻപ് ഉള്ള ചില വാക്യങ്ങൾ കൂടി വായിക്കാതിരിക്കാൻ നമുക്ക് ഒരു നിവൃത്തിയില്ല. അതിന്റെ 10-ാം വാക്യം വെച്ച് നോക്കുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ,
പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടും അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങള് താഴോട്ട് വായിച്ചാൽ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നമ്മളെ ഒടുവിൽ അവൻ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ശരിയായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു കാരണവശാലും നമ്മുടെ സ്വയത്തിൽ ഊന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്ന് വരില്ല. ഒരുപാട് കാര്യങ്ങള് ഈ പ്രാർത്ഥനയിൽ കൂടി നേടിയ കാര്യങ്ങള് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഈ ദൈവത്തിൽ ആശ്രയിക്കാത്ത നമ്മുടെ സ്വയത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന വെറുതെ നിഷ്പ്രയോജനമായി തീരും എന്നുള്ള അല്ലാതെ അതിൽ നിന്ന് നമുക്ക് ഒന്നും തന്നെ ലഭിക്കുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, കർത്താവിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പ്രാർത്ഥനയിൽ പോരാടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ അല്പം നമ്മൾ ഒന്ന് കൂടുതൽ പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാല് സാത്താന്റെ ഉപദ്രവം നമുക്ക് നേരിടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്പമെങ്കിലും നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാല്, ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ അറിയാതെ തന്നെ സാത്താന്റെ കെണിയിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ അമിത ബലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആ കാര്യങ്ങളെ നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥനയിൽ പോരാടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ എന്തെല്ലാം ചെയ്യണം? അരയ്ക്ക് സത്യം കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം, രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം സത്യം, അരയ്ക്ക് സത്യം കെട്ടണം. ആരാണ് ഈ സത്യം? സത്യം, വഴിയും സത്യവും ജീവനുമായി കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ സത്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തില് ആ ക്രിസ്തുവിനെ നമ്മള് സത്യം ധരിച്ചുകൊണ്ട് നമ്മള് പോരാടുകയാണെങ്കിൽ, ആ സത്യത്തിൽ നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ അവന്റെ ബലത്തോടും ശക്തിയോടും കൂടി ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം തക്ക സമയത്ത് ഉത്തരം നൽകും എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ക്രിസ്തുവില്ലാത്ത ഒരു പ്രാർത്ഥന നിഷ്പ്രയോജനമാണ്. തീർച്ചയായിട്ടും നമ്മൾ അത് അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. ആ നിലയിൽ നമുക്ക് കർത്താവിന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക് വളരെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അത് നമ്മളിവിടെ വായിച്ചത് സകല പ്രാർത്ഥനയാലും യാചനയാലും. അപ്പോ സകല പ്രാർത്ഥന യാചിക്കുന്ന ഒരു വ്യക്തിക്കാണ്. ഒന്നുമില്ലാത്തവരാണ് യാചിക്കുന്നത്, അല്ലെ? നമ്മുടെയൊക്കെ വീടുകളിൽ യാചകന്മാര് വരും, ഭിക്ഷക്കാര് വരും, അവർക്കൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഭിക്ഷക്കാർക്ക് ഒന്നുമില്ല എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. അവരെ കയ്യിൽ ലക്ഷക്കണക്കിനുണ്ടായിരിക്കും. എന്നാലും അവർ ഒന്നുമില്ലാത്തവരെ പോലെ വന്നിങ്ങട്ട് നമ്മൾ യാചിക്കുമ്പോൾ എന്തായാലും ഒരു 5 രൂപ തൊട്ടോ അല്ലെങ്കിൽ 10 രൂപ തൊട്ടോ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഒന്നുമില്ലാത്തവനാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മള് യാചിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ ആ വെറും കൈയോടെ നിന്നുകൊണ്ട് യാചിക്കുമ്പോൾ ആ യാചനയുടെ ശബ്ദം സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ കേട്ട് നമുക്ക് അതിന് ഉത്തരം നൽകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ ഏത് നേരത്തും ഏത് സമയത്തും പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന സമയം എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്ര നേരം പ്രാർത്ഥിക്കണം, ഇന്ന സമയത്ത് പ്രാർത്ഥിക്കണം, എന്നാലേ ദൈവം കേൾക്കുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് നേരത്തും ദൈവത്തിന്റെ വചനം പറഞ്ഞു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായിട്ട് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് വരും എന്ന് ദൈവവചനം നമ്മൾ പറയുന്നു. അപ്പൊ ഏത് സമയത്തും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. ജാഗരിച്ചുകൊണ്ട് വളരെ താല്പര്യത്തോടു കൂടി പൂർണ്ണമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി നമ്മള് പ്രാർത്ഥിക്കണം എന്ന് പറയണം. പിന്നെ ആത്മാവിൽ പ്രാർത്ഥിച്ചും. എന്താണ് ഈ ആത്മാവിൽ പ്രാർത്ഥിച്ചും? പ്രാർത്ഥന ഇന്ന് പല പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നുണ്ട്, പല രീതിയിലുള്ള പ്രാർത്ഥന നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ ആത്മാവില് പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിച്ച് നമുക്ക് പല ഉദാഹരണങ്ങൾ ദൈവവചനത്തിലുണ്ട്. ഹന്ന പ്രാർത്ഥിച്ചു, അല്ലെ? ആ ദൈവസന്നിധിയില് ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ
ആ ഹന്നയുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. അത് ആത്മാവിലുണ്ട്. അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവളുടെ ചുണ്ടനങ്ങിയതല്ലാതെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആ ഹന്നയുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ട് തക്ക സമയത്ത് ഉത്തരം നൽകി. അതുപോലെ നമ്മുടെ പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിച്ചു. പരീശൻ നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പക്ഷെ ചുങ്കക്കാരൻ ഒന്നോ രണ്ടോ വാക്ക്, അതും ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടു, അതിന് ഉത്തരം നൽകി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥിച്ചു ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് അപ്പോസ്തലൻ നമ്മളെ ഉപദേശിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന എപ്രകാരമുള്ളതാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ നല്ല രീതി പ്രാർത്ഥന വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പ്രാർത്ഥന നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം അതിനായിട്ട് ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രാർത്ഥനയിൽ അല്പം പോരാടുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തി തന്നെയാണ്. എന്നിരുന്നാലും അപ്പോൾ തന്നെ നമ്മൾ ആത്മീയമായിട്ടൊരു അല്പം മുന്നോട്ട് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉപദ്രവം, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ കൂടി വന്നിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ പ്രവർത്തനം കാരക്കോണം മെഡിക്കൽ കോളേജിലെ എല്ലാ വ്യാഴാഴ്ച ദിവസവും ഞാൻ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാനും മറ്റൊരു കൂട്ടു സഹോദരിയും കടന്നു പോകുന്നുണ്ട്. അത് വ്യാഴാഴ്ച ദിവസമാണ്. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ 21 ഞാൻ ഒരു തിങ്കളാഴ്ച ദിവസം മറ്റൊരു കൂട്ടു സഹോദരിക്ക് കൂട്ടിരിക്കാൻ വേണ്ടി പോയതാണ്. വളരെ ബന്ധപ്പെട്ടാണ് ഞാൻ പോയത്. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആ സഹോദരിക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു സഞ്ചിയും തൂക്കിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറെ നേരം ബസ് സ്റ്റോപ്പിൽ നിന്നു. അപ്പോഴും മനസ്സിന്റെ ആകെ വിഷമം, എന്തിനാ പോണത്. വീണ്ടും അടുത്ത ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോ അവിടെയും നിൽക്കേണ്ടി വന്ന്, കയ്യിൽ ഭാരമുണ്ട് ഒക്കെ കൂടി. പിന്നെ ഇരിക്കാനാണെങ്കിൽ ബസ് കിട്ടിയപ്പോ ഇരിക്കാൻ സീറ്റുമില്ല. അപ്പോഴും മനസ്സ് വേണ്ട, പോകണ്ടായിരുന്നു. വീണ്ടും പറയും അല്ല നീ പോ. ആരോ എന്നെ തള്ളി പറഞ്ഞയക്കുന്ന പോലെയാണ് ഞാൻ പോയത്. ഞാൻ അവിടെ ചെന്നപ്പോഴ് എനിക്ക് എന്റെ വിഷമം കൂടി. കാരണം ആ കൂട്ടിരിക്കാൻ പോയ സഹോദരിയുടെ ഭർത്താവ് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഈ സഹോദരിയുടെ ഭർത്താവിനെ പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടും ആ സഹോദരൻ ഫോൺ എടുത്തില്ല. അപ്പോ ഞാൻ അവിടെ ചെന്നപ്പോഴും സഹോദരനെ കണ്ടപ്പോഴും ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നോട് ഒരു വാക്ക് പറയായിരുന്നല്ലോ. പക്ഷേ ദൈവം മറ്റൊന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്റെ പ്രിയമുള്ളവരെ, അവിടെ അല്പസമയം കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിലൊരു സമാധാനം എന്ന് പറഞ്ഞ ട്രാക്ട് എന്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഒരു സഹോദരിക്ക് ഞാൻ കൊടുത്തു. ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വേറൊരു സഹോദരി ഈ ട്രാക്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് അവരിരുന്ന് കരയുന്നുണ്ട്, എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. ഞാൻ എന്തായാലും ആ സഹോദരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ സഹോദരിയായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് മനസ്സിലായത് അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 8 മാസമായിട്ടുള്ളൂ. ഈ സഹോദരിക്ക് 38 വയസ്സേ ഉള്ളൂ. 8 മാസമായിട്ടുള്ള അറ്റാക്കായിട്ട് മരിച്ചതാണ്. അവരുടെ രണ്ടാമത്തെ മകള്, 3 മക്കളാണ്. രണ്ടാമത്തെ മകള് അച്ഛൻ മരിച്ച സ്ട്രോക്കില് ടെൻഷൻ ഡിപ്രഷനായിട്ട് ഹോസ്പിറ്റലിലെ സൈക്കാട്രി വാർഡിലാണ് കിടക്കുന്നത്. ആ കുട്ടിയെ ശുശ്രൂഷിക്കാനായിട്ട് അവര് വന്നിരിക്കുകയാണ്. ഇത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി കുറെ ദൈവവചനം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാൻ തിരിച്ചു പോരാനായിട്ട് ശ്രമിച്ചു. തിരിച്ചു പോരാൻ നേരത്തെ ഞാൻ അവരുടെ ഫോൺ നമ്പർ ഒന്ന് മേടിച്ചു. ആ ഫോൺ നമ്പർ മേടിച്ച് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ 2 മണിക്ക് എന്തോ മനസ്സിന് ആകെ എനിക്ക് ഭയങ്കര ഭാരം തോന്നി, പ്രയാസം തോന്നി. 2 മണിക്ക് ഞാൻ ഇവരെ ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു, സുമി എന്നാണ് പേര്. സുമി, എന്താണ് വിശേഷങ്ങൾ? ഞങ്ങൾക്ക് 3 മണിക്ക് പ്രാർത്ഥനയുണ്ട്. സുമിയുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സുമി ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് കയറുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കയറാം ആന്റി എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, ആന്റി ഞാൻ വളരെ ധർമ്മസങ്കടത്തിലാണ് ആന്റി. ഇന്ന് ഡിസ്ചാർജ് ആണ്. 13 ദിവസമായി അവർ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. 13 ദിവസമായി ആന്റി 7000 രൂപയുടെ ബില്ലാണ് അടയ്ക്കാനായിട്ട് വന്നിരിക്കുന്നത്. എന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. മോൾക്ക് ഇന്നൊരു ഊണ് പോലും മേടിച്ചെടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല ആന്റി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എന്റെ കൂട്ടു സഹോദരിമാരും കൂടി 3 മണിക്ക് ആ കുട്ടിയെ വീണ്ടും വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വീണ്ടും മനസ്സിനൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഞാനപ്പോ എന്ത് ചെയ്യും? ഇവർക്ക് 7000 രൂപ ഒപ്പിക്കണം. ആരോട് ചോദിക്കും? എന്ത് ചോദിക്കും? ഉടനെ ഞാൻ
കണ്ടില്ല. ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം എനിക്ക് 2000 രൂപ തന്നിട്ട് പറഞ്ഞു നീ അത് ആ കുട്ടിക്ക് അയച്ചു കൊടുക്ക്. അവർക്കാണെങ്കിൽ ഗൂഗിൾ പേ ഒന്നുമില്ല. അടുത്തുള്ള ഒരു കട്ടിലിൽ കിടക്കുന്ന സഹോദരിയുടെ ഫോണിലേക്ക് അത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ പൈസ കൊണ്ട് അവര് 2000 ഉള്ളൂ. എന്തായാലും അത്ഭുതത്തിന്റെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സമയത്ത് ആ കുട്ടിക്കുണ്ടായിരുന്ന ആ വലിയ നേട്ടം, രണ്ടാമത് ബില്ല് അടയ്ക്കാൻ വന്നപ്പോഴേ ആ കുട്ടിയോട് 2000 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ 2000 രൂപ ബില്ല് പേ ചെയ്തുകൊണ്ട് അവര് വീട്ടിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴ് അവരുടെ ഭർത്താവിന്റെ ഒരു കൂട്ടുകാരൻ 5000 രൂപ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോ ഈ രണ്ട് അത്ഭുതം കണ്ടപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള അതിശയമായി. പിന്നീട് ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും ഹസ്ബൻഡും വേറൊരു സഹോദരനും കൂടി അവരുടെ വീട്ടിൽ പോയി. അവരുടെ വീട്ടിൽ പോകാനായിട്ടുള്ള അനുവാദമില്ല, മറ്റൊരു വീട്ടിൽ പോയിരുന്നു സുവിശേഷം വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോഴാണ് ഇവര് പെന്തക്കോസ്ത് സഭയിൽ പോകുന്നുണ്ട്, പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്ററും കുടുംബവും അവരെ എന്നുള്ളത് ഊറ്റി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വാസ്തവമായിട്ട് സുവിശേഷം പറഞ്ഞ് ആ പ്രിയ സഹോദരി രക്ഷിക്കപ്പെടുവാനിടയായി. മൂത്ത മകള് വൈഗ അവളും രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി. ആ സൺഡേയിൽ തന്നെ അവരെ നമ്മുടെ ചർച്ചിലേക്ക് ആരാധനയ്ക്കായിട്ട് കടന്നു വന്നു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ആ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മാനസികമായിട്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഇപ്പൊ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ പെന്തക്കോസ്ത് സഭയിലെ പ്രിയപ്പെട്ട പാസ്റ്ററും ഭാര്യയൊക്കെ ഇവർക്കെതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അവരിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവർക്കത് പ്രശ്നമായി. അവരെ ഈ കുട്ടിയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയോട് പറയുന്നത് അവിടെ നിന്റെ വീട്ടില് ഒരു കുഞ്ഞു കൊച്ചു മരിച്ചു പോയിട്ടുണ്ട്, അവരുടെ ആ കൊച്ചിന്റെ പ്രേതം വരുന്നുണ്ട്, നിന്റെ അച്ഛന്റെ പ്രേതം വരുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ഈ വർഷ എന്ന് പറയുന്ന 13 വയസ്സുകാരിയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവർക്ക് വിചാരിച്ച കാര്യം നേടാതെ വരുമ്പോൾ ഇവള് വയലന്റ് ആകും. ഇന്ന് ഈ കുറച്ചു നേരത്തെ എന്നെ വിളിച്ച് വളരെയധികം അവളുടെ അമ്മ സുമി കരഞ്ഞ് 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 ഒന്നുമില്ലാത്തൊരവസ്ഥയല്ലേ, പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ അവളുടെ അവസ്ഥ എന്ന് പറയുന്നത് സുമിയുടെ വീട്ടിലേക്ക് അവളുടെ അമ്മൂമ്മനെ കാണാൻ പോകണം. അതാണ് അവളുടെ പ്രധാന വിഷയം. അമ്മൂമ്മയും അപ്പൂപ്പനും സഹോദരനും കുടുംബവും അവിടേക്ക് ഇവര് അങ്ങോട്ട് ചെല്ലാനേ അനുവദിക്കുന്നില്ല. ഇവിടെ വരണ്ട, സ്വസ്ഥത കടത്താനായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നത്തിലാണ്. ഇവളാണെങ്കിൽ എനിക്ക് അമ്മൂമ്മനെ പോയി കാണണം, എനിക്ക് അമ്മൂമ്മയുടെ അടുത്ത് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നത്തിൽ കൂടെ. സുമിക്കാണെങ്കിൽ അവളുടെ അമ്മയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നത് വിചാരിക്കാതെ ഇന്ന് പകൽ നേരത്തെ അവള് കെട്ടി തൂങ്ങാൻ വേണ്ടിയിട്ട് അവളെ മുറിക്കകത്തേക്ക് കടന്നു. പക്ഷെ അവളുടെ മനസ്സനുവദിക്കുന്നില്ല. 3 കുട്ടികളുണ്ടല്ലോ, അച്ഛനെ മരിച്ചിട്ട് 9 മാസമേ ആയിട്ടുള്ളൂ. ഞാനും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആര് എന്ന് തിരിച്ചു പോലെയാണ്. അങ്ങനെ ഇവള് ഇപ്പൊ കുറച്ചു നേരത്തെയും കൂടി എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും സമയങ്ങളിലൊക്കെ ഇവരുടെ ഫോണാണ് എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ. ഈ വർഷ എന്ന പെൺകുട്ടിക്കാണെങ്കിൽ എന്നെ ഭയങ്കര കാര്യമാണ്, ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും. അങ്ങനെ പറഞ്ഞ് അനുസരിപ്പിച്ചുകൊണ്ടാണ് അവളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അവൾ വിചാരിച്ച കാര്യം കിട്ടാതെ വരുമ്പോൾ അവൾ വയലന്റ് ആവുന്നു, അവൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വളരെ പ്രയാസത്തിൽ കൂടി ആ കുടുംബം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് സുമിയോട് സുവിശേഷം പറഞ്ഞ് അതിനുശേഷം സ്നാനത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോ സുമി പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം സ്നാനപ്പെട്ടതാണ്, പെന്തക്കോസ്തിൽ പോയി സ്നാനപ്പെട്ടതാണ്, പക്ഷെ ആ സ്നാനം ശരിയല്ല എന്ന് എനിക്ക് ബോധ്യമായി. രക്ഷിക്കപ്പെട്ടിട്ടല്ല ഞാൻ സ്നാനപ്പെട്ടതെന്നുള്ള വചനം പഠിച്ചപ്പോൾ മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും പറയാതെ തന്നെ അവൾ ഓർണമെന്റ്സ് എല്ലാം ഊരി വെച്ചുകൊണ്ട് പിറ്റത്തെ ഞായറാഴ്ച തുടങ്ങി അവള് ആരാധനയ്ക്ക് കടന്നു വരാൻ തുടങ്ങി. കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച അവള് സ്നാനത്തിനായിട്ട് സാക്ഷ്യം പറഞ്ഞ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ പിശാച് എങ്ങനെ നമ്മള് അടങ്ങിയിരിക്കും? നമ്മുടെ ദൈവത്തിന്റെ വചനം വായിച്ചല്ലോ, പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങോട്ടെന്ന് ഊടാടിക്കൊണ്ടിരിക്കുന്ന ഒരു പിശാച്. നമ്മൾ ഇവിടെ വായിച്ചു, ദൈവത്തിന്റെ ആ പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ സർവായുധ വർഗം. എന്താണ് ഈ സർവായുധ വർഗം? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഈ കുടുംബത്തെ ഓർത്ത് നമ്മള് പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മളിന്ന് പ്രാർത്ഥനയ്ക്കാണ് കൂടിയത്. എന്റെ ഫോക്കസ് ഇതാണ്.
ഇന്ന് പല പ്രാവശ്യവും ഞാൻ ഈ മെസ്സേജ് തയ്യാറാക്കാൻ ഇരുന്നിട്ട് എനിക്കൊരിക്കലും ഈ സാത്താൻ എന്നെ സമ്മതിച്ചില്ല. എപ്പൊ ഞാൻ ഈ മെസ്സേജ് ഉണ്ടാക്കാനായിട്ട് ഇരിക്കുമ്പോഴും ഓരോ ഫോൺ വിളിയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദ്രവം വളരെ എന്താ പറയാ, എനിക്ക് ഒട്ടും ഒരു സ്വസ്ഥയെന്ന് പറയണത് എനിക്ക് കുറച്ച് നാളുകളായിട്ട് കിട്ടുന്നില്ല. കാരണം ഈ അമ്മയും മകളും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് അവരുടെ ദുഃഖം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ പ്രയാസം വേറെ ആരും ഇല്ല അവർക്ക് അത് കേൾക്കുവാനായിട്ട്, വേറെ ആരോടും അവർക്ക് പറയാനില്ല. ഞാൻ പറയും, ദൈവം ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടു സഹോദരിമാര് 10-25 പേര് ആ കുടുംബത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് സമാധാനമുണ്ട്. അപ്പൊ തന്നെ വിളിച്ചു പറയും, ആന്റി വളരെ സമാധാനമുണ്ട്, സന്തോഷമുണ്ട് ആന്റി എന്ന് പറയും. കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും, അല്ലെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും വിളിച്ചു, വളരെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആന്റി, പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആന്റി എന്ന് പറയുമ്പോൾ ഞാനാകെ മനസ്സാകെ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വല്ലാത്ത ഒരു വിഷമത്തിൽ കൂടെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വന്നിരിക്കുമ്പോൾ സകല പ്രാർത്ഥനയാലും യാചനയാലും ദൈവത്തിനെ നമ്മൾ യാചിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവർക്ക് അതിന് വേണ്ടുന്ന ആലോചന പറഞ്ഞു കൊടുത്ത് ഇനി കുട്ടിക്ക് എന്താണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു മനസ്സിലാകുന്നില്ല. ഇനി എവിടെ കൊണ്ട് കാണിക്കണേ, ആരെ കാണിക്കണേ? നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം ഈ 7 ഭൂതങ്ങളെ പുറത്താക്കിയ മക്കളെ മറിയക്കാറ്റിയൊക്കെ നമുക്കറിയാം. അപ്പൊ പ്രാർത്ഥന കൊണ്ട് നേടാൻ കഴിയാത്ത ഒന്നുമില്ല, തീർച്ചയായിട്ടും ഒന്നുമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരുമനപ്പെട്ടുകൊണ്ട് വിഷയത്തോത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം നൽകും എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വളരെ പ്രശ്നമുണ്ടാക്കി വാർഡ് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, അവിടുത്തെ മറ്റു ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇവരോട് ചോദിക്കണം, നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഈ ദുഃഖവും ഭാരവും പ്രയാസവും കഷ്ടതയല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇവരാണെങ്കിൽ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചപ്പോ അതിന് ആ പ്രിയ സുമിക്ക് ഒന്നും പറയാൻ സാധില്ല. കാരണം എളിയ വിശ്വാസിയാണല്ലോ, ഇപ്പൊ ജനിച്ച ഒരു ശിശുവാണല്ലോ, അവർക്ക് ഒന്നും പറയാൻ സാധില്ല. ഇവള് കരയല്ലാതെ വേറൊന്നും പാടില്ല. പ്രിയമുള്ളവരെ, ആ കുടുംബത്തെ സുമി എന്ന് പറയുന്ന ആ സഹോദരി, അവരുടെ 3 മക്കളാണ്. മൂത്ത മകള് വൈഗ, അവള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകള് വർഷ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ മകൻ വൈഷ്ണവ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മറ്റാരുമില്ല അവർക്ക് അവരെ ഒന്ന് താങ്ങാനായിട്ട്, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേറെ ആരുമില്ല. പ്രിയമുള്ളവരെ, നമ്മളാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത്. നമ്മളാലാകുന്ന വിധത്തിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ നേടുവാനായിട്ട്, കർത്താവിന് വേണ്ടി നേടുവാനായിട്ട് നമുക്ക് ഇടയാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് എന്റെ വിഷമം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ആ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്റെ കൂട്ടു സഹോദരിമാര് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സകല വിധത്തിലും നമ്മള് അവരുടെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആ പ്രിയപ്പെട്ട കുടുംബത്തെ ഓർത്ത് നിങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടതുപോലെ നമ്മള് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് ദുഷ്ടാത്മ സേനയോട് പോരാടിക്കൊണ്ട്, അതെ, നമുക്ക് കർത്താവിന്റെ അമിത ബലമില്ലാതെ, കർത്താവിന്റെ ശക്തിയില്ലാതെ നമുക്ക് ഒന്നും തന്നെ നേടുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ ഹവ്വ, നമുക്കറിയാം, ഹവ്വ സാത്താനോട് സ്വന്തം കഴിവില് അവള് പോയി. പക്ഷെ ഫലമോ എന്തായിരുന്നു? നിരാശയായിരുന്നു. അപ്പൊ അതുപോലെ ആകാതെ നമ്മൾ കർത്താവിൽ സ്വയത്തിൽ ഊന്നാതെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വെളിപ്പാടനുസരിച്ച് ആ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് ആ ദുഷ്ടാത്മ സേനയോട് പോരാടിക്കൊണ്ട് പ്രാർത്ഥനയിൽ ജാഗരിച്ചും സ്ഥിരത കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട അഡ്മിൻസിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, എന്നെ കേട്ട പ്രിയപ്പെട്ട സഹോദരിമാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കർത്താവിന്റെ നാമത്തിലെ മഹത്വം കൊടുത്തുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. ദൈവനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. തന്ന അവസരത്തിനായിട്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു സിസ്റ്റർ സരള. വളരെ പവർഫുള്ളായിട്ട് ദൈവം നമ്മോട് സംസാരിച്ചു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഫാമിലിയെ കൂടെ ആഡ് ചെയ്യുവാനായിട്ട് ദൈവം ഇടവരുത്തി. ഉലകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ വിളിച്ച ദൈവം, ഇത്ര വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ